തോഫി എന്നാ പറയാ. തോഫി കഹർബ, ആ കറണ്ട് പോയി. തൊഫീന്ന് ഓഫാകണേന് തൊഫേന്ന് തൊഫീന്ന് വന്നാണ് പറയില്ല. തൊഫി. ആ തോഫി അതിന്നാണ് വരുന്നത്. എന്നാണ് പറയാ. ത്വയ്യിബ് യാ ജമാഅത്തുൽ ഖൈർ, നമ്മള് ഇന്ന് നോട്ട് ചെയ്യാൻ കഴിയില്ല കേട്ടോ മാലിഷ. നമ്മള് ഇനി അംർ എന്ന് പറയുന്ന കമാൻഡ് പ്രയോഗം, കൽപ്പനാക്രിയകള് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക അറിയോ? എങ്ങനെ ഇതാക്കുക? പാസ്റ്റ് ടെൻസിന്റെ ഫോം ചേഞ്ച്. അതെ, 2 ലെറ്ററുള്ള 2 അക്ഷരമുള്ള ക്രിയകളുടെ വെർബിന്റെ ഫോം ചേഞ്ച് ആണ് ഒട്ടുമിക്കതും എന്ത് കമാൻഡ് എന്ന് വെച്ചാല്. നമ്മള് ആരോടൊക്കെയാണ് കൽപ്പിക്കുക? ആരോടാ കൽപ്പിക്കുക? അവൻ ചെയ്യെന്ന് പറയോ? അവൻ ചെയ്യെന്ന് പറയോ? അവൻ ചെയ്യെന്ന് പറയാൻ പറ്റുമോ? നീ, നിങ്ങൾ. അവൻ പോ എന്ന് പറയില്ല അല്ലെ? ഇല്ല. ആരോടൊക്കെ പറയാന്ന് വെച്ചാൽ നീ, നിങ്ങൾ, അതിനോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നീ, നിങ്ങൾ അല്ലെ? അഥവാ എന്റെ അടുത്തുള്ള നീ എന്ന ഒരാളും നിങ്ങൾ എന്ന കൂട്ടവും അല്ലെ, ഇവരോടല്ലേ പറയാൻ പറ്റുള്ളൂ. നീ ചെയ്യ്, നിങ്ങൾ ചെയ്യ്, അല്ലെ? നീ പോ, നിങ്ങൾ പോ. ഓക്കെ, ഇവരോട് മാത്രമേ കമാൻഡ് പറയുള്ളൂ അല്ലെ? അവരോടല്ലേ കൽപ്പിക്കുള്ളൂ. ഇവിടെ നമ്മള് നീ എന്നതില് മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. ഉണ്ടോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് അല്ലെ? ആണും പെണ്ണും ഉണ്ട് നീ എന്നതില്. സൗണ്ട് ഓഡിബിൾ അല്ലെങ്കിൽ പറയണം കേട്ടോ. നീ എന്നതിൽ എന്തുണ്ട്? ആണും പെണ്ണും ഉണ്ട്. സഹല്ല. അപ്പൊ അവിടെ നീ എന്ന ആണിനോട് ഇപ്പോ നമ്മളൊരു പറയുവാണെങ്കില് റാഹ്, റാഹത്ത്, റാഹു, പിന്നെന്താ റോഹ്ത എന്ന റോഹ് ആണ്. അപ്പൊ റോഹ്തയുടെ ത ഒഴിവാക്കുക. റോഹ്, റോഹ് എന്ന് പറഞ്ഞാൽ എന്തായി? യു ഗോ, നീ പോ അല്ലെ? റോഹ് എന്നായി. റോഹ് എന്നത് ആണിനോടും അത് പെണ്ണിനോടാണെങ്കിൽ ലാസ്റ്റ് ലെറ്ററിനെ ഈ ആക്കണം. അപ്പൊ എന്താവും? റോഹി. റോഹ് എന്നല്ല റോഹി എന്നാവും. റോഹ്, റോഹി. ഇനി നിങ്ങളോട് എല്ലാവരോടും കൂടെ പറയുകയാണെങ്കിൽ റോഹു എന്നാവും. ഷാഫ്, ഷാഫത്ത്, ഷാഫു. ഷുഫ്ത എന്ന ഷുഫ് എന്തായി? ഷൂഫ്, കൽപ്പനയായി. ഷോഫ്, ഷൂഫി, ഷൂഫു. ഓക്കെ, ഓക്കെ ആണോ? കഴിഞ്ഞില്ല. പിന്നെയോ കാന, കാൻ, കാനത്ത്, കാനു. കുൻത, ഇവിടെ കുൻതയുടെ കുന്നെടുക്കാം. കുൻ, കൂനി, കൂനു. ഉണ്ടോ? കൂൻ, കൂനി. ഇതെവിടെ വിഷയ? കുന്നെന്തിനാ? കുൻ, കുൻ ജയ്യദ്. കൂൻ ഇൻസാൻ യാ വലദ്. കൂൻ എന്താ പറയാ? കൂൻ എന്ന് പറയുമ്പോ നീ മനുഷ്യനാവ്, ആവ് എന്നതിനാണ് കൂൻ. ഖുൽ യാ നാറു കൂനി ബർദൻ വസ്സലാമ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതാണ് കുൻ, കൂനി, കൂനു. അങ്ങനെ കുറെ പ്രയോഗങ്ങളുണ്ട്. എന്താ പറഞ്ഞത്? കുൻ, ആവ്, ആവണം എന്നതാണ്. നീ ആവണം. കുൻ ഇൻസാൻ ത്വയ്യിബ്, നീ നല്ല മനുഷ്യനാവണം. കുൻ ഇൻസാൻ ത്വയ്യിബ്. ഓക്കെ, ഓക്കെ ആണോ? ഇനി നമ്മൾ പറഞ്ഞെന്താണ്? ഒന്ന് പറഞ്ഞു റാഹ പറഞ്ഞു, ഷാഫ് പറഞ്ഞു, കാൻ പറഞ്ഞു അല്ലെ? ദാൽ പറഞ്ഞു, ദാൽ, ദാലത്ത്, ഗാലു, ഗുൽത. അപ്പൊ അവിടെ എന്ത് പറയും? ഗുൽ, ഗൂലി, ഗൂലു. ഗോൽ, നീ പറ. ഗൂലി, ലേഡിയോട്, പെണ്ണിനോട് നീ പറ. ഗൂലു, നിങ്ങൾ പറ. ഗോൽ, ഗോലി, ഗോലു. നമ്മളിത് പറഞ്ഞിട്ടുണ്ടോ? കൽപ്പനാക്രിയകൾ പറഞ്ഞിട്ടുണ്ടോ മുമ്പ്?
പറയണോ? ക്ലാസ്സിലുണ്ടായിരുന്നു. ഫോം ചേഞ്ച് എന്ത് സൈച്ചറിന്റെ കൽപ്പന ക്രിയ വരാം. ഒരു ക്ലാസ്സിലുണ്ടായിരുന്നു. ഓ മതിയാവൂലേ അപ്പൊ? ഫോം ചേഞ്ച് ഫോം ചേഞ്ചിൽ അങ്ങനെ നമ്മൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട് അല്ലെ? ജസ്റ്റ് രണ്ടക്ഷരം ഉള്ളതിന്റെ എല്ലാം അങ്ങനെയല്ല. ഇനി ഗാല ഗൂലായി, ഷാഫ ഷൂഫായി, റാഹ് റൂഹായി അല്ലെ? ഇനിയിപ്പോ മോനെ ദിനേശ എന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞ് ദിനേശ് റൂഹ് റൂഹ് യാ വലത് ദിനേശ, റൂഹ് യാ വലത് ദിനേശ അല്ലേ? ഓക്കെ. അപ്പോ നമ്മള് പിന്നെ അടുത്തെന്താണ്? നാമ ഉറങ്ങി, നാമ നാമത്ത് നാമു നും താ. അപ്പോ നൂം നീ ഉറങ്ങ്, നൂമി നീ ഉറങ്ങ്, നൂമു നിങ്ങൾ ഉറങ്ങൂ അല്ലേ? തമാം. ഇനി അടുത്തൊന്ന് പറഞ്ഞേ. ബാഅ വിറ്റു, ബാഅ ബാഅത് ബാഉ. ബിഅത അതാണ് ബീഅ്, ബീഇ ബീഉ. ഉണ്ടോ? ബീഅ് നീ വിൽക്ക്, ബീഇ പെണ്ണിനോട്, ബീഉ എല്ലാവരോടും ബീഉ. ബീഉ അല്ലി ഫി ഐദീകും നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം വിൽക്കൂ അല്ലേ? ബീഉ കുല്ലു അല്ലി ഫി ഐദീകും. തമാം. അതേപോലെ ജാബ, ജാബ ജാബയുടെ നമ്മൾ ഇന്നലെ ഒരാൾ ചോദിച്ചു ആഴ്ത്തയും ജാബയും സെയിം അല്ലേ എന്ന്. ആഴ്ത്ത എന്ന് പറഞ്ഞാൽ നൽകി എന്നാണ്. ആഴ്ത്ത നൽകി, അതങ്ങനെ പോട്ടെ. ആഴ്ത്ത നൽകി എന്നാണ്. എന്നാൽ ജാബ് എന്താ? കൊണ്ടുവന്നു, കൊണ്ടു തന്നു എന്നാണ്. അപ്പോ കൊണ്ടുതരൂ, കൊണ്ടുവരൂ, തരൂ എന്നൊക്കെ പറയുന്നത് ജാബ, ജാബത്ത്, ജാബു, ജിബ്ത എന്നായതുകൊണ്ട് താക്കട്ടെ ചെയ്തു, ജിബ് എടുത്തു, ജീബ്. ലേഡിയോട് ജിബി ജീബു എന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞില്ലേ രണ്ടക്ഷരമുള്ള വേർബൊക്കെ ഒരു ചേഞ്ച് ആവും എന്ന് പറഞ്ഞില്ലേ അല്ലെ? അവനും അവളും അവരും ഒരു ടീമും, നീയും നിങ്ങളും ഞാനും ഞങ്ങളും നമ്മളും പറയുമ്പോ ആ രണ്ടക്ഷരമുള്ള ക്രിയക്ക് ഫോം ചേഞ്ച് വരും, രൂപമാറ്റം വരും. അതിനെയാണ്, ആ രൂപമാറ്റത്തെയാണ് നമ്മൾ ഇവിടെ എന്താക്കിയത്? കൽപ്പന ക്രിയയായിട്ട് മാറിയത്. ഓക്കെ ആണോ? നിങ്ങളൊക്കെ ഒന്ന് വെളിച്ചത്തിലല്ല, അതിലൂടെ നിങ്ങൾ മിണ്ടാതിരിക്കുകയും ചെയ്താൽ രസമല്ല കേട്ടോ അല്ലേ? ഇല്ല, ഒരു ഡൗട്ട് ഉണ്ട് അതിനോട് സാർ. സാർ പറഞ്ഞിരുന്നത് മുള്ളാരിയുടെ ആദ്യത്തെ അനൈത്ത അനായാത്ത എന്നുള്ളത് റിമൂവ് ചെയ്താലാണ് കമാൻഡ് വെർബാവുന്നത്. തീർച്ചയായിട്ടും അത് വേറെ ഞാൻ ഇത് പറഞ്ഞത് അത് തന്നെയാണ്. ഇതൊക്കെ നോക്കിയേ, ജാബ ജിബ് അല്ലെ? യജിബ്, യജിബിന്റെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇനി അവിടെ ഇതാണ് വരുന്നത്. ഇനി മഷ, മഷ വരുമ്പോ അതിന്റെ പ്രസന്റ് ഫ്യൂച്ചർ ഏതാ നമ്മള്? യംഷി, യംഷി. യംഷിയുടെ യാ കട്ട് ചെയ്താൽ മഷി, ഇംഷി അല്ലെ? യംഷിയുടെ യാ കട്ട് ചെയ്താൽ ഇംഷി എന്നാവോ? അംഷി പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു ഇംഷി എന്നിട്ടു. ഇംഷി, ഇംഷി. ഓക്കെ, അതാണ് ആത്ത, ആത്ത നൽകി അല്ലെ? ആത്ത നൽകി, യഅതി നൽകുന്നു, നൽകും. യാ കട്ട് ചെയ്താൽ എന്തായി? ഇഅതി എന്നായതുകൊണ്ട് ഇഅതി എന്നാവും. ഇഅതി. മഷായുടെ ഫോമിന്റെ ഒക്കെ ഒരു ഇ വരും, ഇഅതി. പിന്നെയോ അതേപോലെ തന്നെ ജറ ഓടി, യജ്രി അല്ലെ? ജറായുടെ ജറ, ജറത്ത്, ജറു, ജറൈ എന്നുള്ളതായതുകൊണ്ട് യജ്രി എന്നതാണ് അതിന്റെ പ്രസന്റ് ഫ്യൂച്ചർ മുദാരി വരുന്നത് അല്ലെ? മുദാരി. ആ മുദാരിനെ യജ്രി എന്നതിനെ യാ കട്ട് ചെയ്ത് ഇജ്രി. നീയോട് ഇജ്രി എന്ന് തന്നെ പറയും, പെണ്ണിനോടും ഇജ്റു നിങ്ങൾ അങ്ങ് ഓടിക്കോ അല്ലെ? ലാ തഖാഫ് ഇജ്രി എന്ന് പറഞ്ഞു. എന്താ ലാ തഖാഫ് ഇജ്രി? പേടിക്കണ്ട ഓടിക്കോ അല്ലെ? ലാ തഖാഫ് ഇജ്രി, യാ അല്ലാഹ്
തമാം. ഓക്കെ. يرمي പിന്നെ വദ്ദയുടേത് വദ്ദ, വദ്ദത്ത്, വദ്ദു, വദ്ദൈ എന്നുള്ളത് ഐ വരുന്നത് കെ പ്രസന്റ് പെർഫെക്റ്റ് മുളാരി ഏതാ വരിക? യുവദ്ദി ആണോ? യുവദ്ദി എന്നതുകൊണ്ട് യു എന്നതായത് കൊണ്ട് യു കട്ട് ചെയ്യാ, വദ്ദി എന്ന് മാത്രം പറയാം. അപ്പൊ എന്തായി? വദ്ദി. ഫീമെയിൽ വെർഷൻ ല്ലേ? എങ്ങനെ വരാം? ഫീമെയിൽ എങ്ങനെ വരാം? അത് അങ്ങനെ തന്നെ വരിക, കാരണം ആണും പെണ്ണും കെട്ട സാധനം എന്ന് അതിന് പേര് ഞാൻ പെട്ടേല്. വദ്ദി, വദ്ദി എന്ന് തന്നെ പറയും. പക്ഷെ എല്ലാവരോടും കൂടെ പറയുമ്പോഴോ വദ്ദു. വദ്ദു. എന്താ ഈ വദ്ദി എന്ന് പറഞ്ഞാല്? വദ്ദി എന്ന് പറഞ്ഞാൽ എന്താ സാധനം? എടുക്കുക എന്ന് പറയണല്ലേ? കൊണ്ടുവിട്. ആ, കൊണ്ടുവിട് അല്ലെ? ഡ്രോപ്പ് ചെയ്യൂ, കൊണ്ടുവിട്. വദ്ദി, വദ്ദി ഔലാദിൽ മദ്രസ, കുട്ടികളെ സ്കൂളില് കൊണ്ടുവന്നാക്കൂ അല്ലെ? വദ്ദി കൊടുത്തയക്ക്, അതിനൊക്കെ വദ്ദി എന്നാ പറയാ. വദ്ദി കൊടുത്തയക്ക്. വദ്ദി ഹാദ, വദ്ദി ഇൻദു, അവന്റെ അടുത്ത് കൊടുത്തു വിടും അല്ലെ? വദ്ദി, വദ്ദീലി ഇൻദു എന്ന് പറയും. വദ്ദീലി ഇൻദു, എനിക്ക് വേണ്ടി ആളെടുത്ത് ഒന്ന് കൊടുത്തു വിട്. അപ്പോ ആ ഒരു ശൈലിയാണ് വദ്ദി എന്നത് കേട്ടോ. മീനിങ് ക്ലിയർ ആണോ? നിങ്ങൾ അത് ശരിയല്ല കേട്ടോ. ചായ കുടിക്കേണ്ടി വരുമോ? വദ്ദ മനസ്സിലായില്ലേ? അതിന് നേരെ മൊബൈൽ എടുക്കുക, ആ യാ കട്ട് ചെയ്യാ. ഞാൻ ഇസ്മായിൽ കെയും സെയിം ആണ്, ഞങ്ങൾ രണ്ടാളും ഷെയർ ഇട്ട് കുടിക്കാണ് ചായ. ബാക്കിയുള്ളവരൊന്നും കിട്ടുന്നില്ല. അത് ചായ എന്ന് അറിയിക്കാൻ വേണ്ടി ചുവപ്പ് ഗ്ലാസ്സിൽ കുടിക്കുക അല്ലെ? എന്നാ എല്ലാവരും ചായ എന്ന് വിചാരിക്കുന്നു. എനിക്കും അങ്ങനെ വേണം. ഓക്കെ തമാം. നെക്സ്റ്റ്, ഇനി നമ്മള് 3 അക്ഷരമുള്ള വേർബ്സിനെ എടുക്കുക. അതിനെ എങ്ങനെയാക്കും എന്നുള്ളതാണ്. അതിനെ ആക്കല് എന്താ പറഞ്ഞേ? എങ്ങനെ ആക്കുക 3 അക്ഷരമുള്ള ക്രിയകളൊക്കെ? ജലസ, ജലസ ഇരുന്നു. യജ്ലിസ് എടുക്കുക, അതിന്റെ മുതാരി ഏതാ? യജ്ലിസ്. ജലസന്റെ ഭാവി, ഫ്യൂച്ചർ, വർത്തമാന കാലം എന്ന് പറയും യജ്ലിസ് എന്ന് പറയും അല്ലെ? യജ്ലിസ്. യജ്ലിസ് മുതാരി യജ്ലിസ്. അപ്പൊ അവിടെ യാ കട്ട് ചെയ്തിട്ട് ഈ ആക്കാം. എന്താവും? ഈ ആക്കണമെങ്കിൽ ഒരു നിബന്ധനയുള്ളത് എന്താണെന്നറിയോ? ജലസയുടെ സെന്ററിൽ അക്ഷരം ഉണ്ട് അല്ലെ? നടുവിലെ അക്ഷരം ഏതാ? ലായാണ്. ഈ ലാ എന്നത് എന്താവണം? പ്രസന്റ് അഥവാ മുളാരിയിലേക്ക് എത്തുമ്പോ ആ സെന്ററിൽ അക്ഷരം ഈയോ ആയോ ആയാൽ മാത്രമേ കമാൻഡിന് ഈ എന്നിട്ട് കൊടുക്കാൻ പറ്റൂ. ഇവിടെ എന്താണ്? ജലസ എന്നതിന് യജ്ലിസ് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഈ ഇട്ട് കൊടുക്കാം. ഇജ്ലിസ്, നീ ഇരിക്ക്. ഇജ്ലിസി, പെണ്ണിനോട്. ഇജ്ലിസു, നിങ്ങളോട്. കുടിച്ചു എന്നതിന് ശരിബ യശ്റബ്, ശരിബ യശ്റബ്. അതും എന്താണ്? സെന്ററിലെ ഷരിബയുടെ റാ ഏതായത്? റാ ആയതുകൊണ്ട് ഇഷ്റബ് എന്നിടാം. എന്നാൽ കതബ എന്താണ് മുളാരി? കതബ യക്തുബ് അല്ലെ? യക്തുബ് എന്നാണ്. അവിടെ നമ്മൾ കതബയുടെ താ അല്ലെ? സെന്ററത്തെ അക്ഷരം ഏതാ? തായാണ്. ആ താ എന്നത് അപ്പുറത്തേക്ക് മാറിയപ്പോ എന്തായി? ഊ ആയി, യക്തുബ് എന്നായി. അതുകൊണ്ട് സെന്ററിലെ അക്ഷരം ഊ ആയാൽ ആ ഈ കൊടുക്കാൻ പറ്റില്ല. എന്താക്കണം? ഊ എന്നാക്കണം. ഉക്തുബ് എന്നാവണം. അതാണ് ഡിമാൻഡ്. കതബ യക്തുബ് എന്നായതുകൊണ്ട് എന്തായി? ഉക്തുബ് എന്നായി. ഇതൊന്നും കൂടെ പറഞ്ഞുതരാം. നമ്മള് കമാൻഡ് 3 അക്ഷരമുള്ള ക്രിയകൾക്ക് കമാൻഡിന്റെ ക്രിയകൾ ചെയ്യേണ്ടത് അഥവാ കൽപ്പനാ പ്രയോഗങ്ങൾ ചെയ്യേണ്ടത് യാ എന്ന മുളാരിയുടെ യാ ഒഴിവാക്കിയിട്ട് അതിലേക്ക് ഈ ഇട്ട് കൊടുക്കണം എന്നതാണ്. ആ ഈ ഇട്ട് കൊടുക്കണമെങ്കിൽ നമ്മുടെ സെന്ററിലെ അക്ഷരം ആ എന്നോ ഈ എന്നോ ആവണം. അങ്ങനെയാണെങ്കിൽ ഈ ഇട്ട് കൊടുത്താൽ യാ ഒഴിവാക്കുക, അതിന് പകരം ഈ എന്നിട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ എടുക്കേണ്ട സെന്റർ അക്ഷരം ഏതാന്ന് വെച്ചാൽ ജലസ എന്നതിന്റെ ലായാണ് സെന്റർ അക്ഷരം. ആണോ അല്ലേ? ആ ലായ കറക്റ്റ് ആയിട്ട് നോക്കുക. യജ്ലിസ് എന്നാണോ അല്ലെ? മുളാരി എത്തിയപ്പോ യജ്ലിസ്. അപ്പൊ ലാ എന്തായി? ലീ ആണ്, കുഴപ്പമില്ല. ഈ ഇട്ട് കൊടുക്കാം. യാ ഒഴിവാക്കുന്നു, ഈ ആക്കുന്നു.
ഇജ്ലിസ്, ഇജ്ലിസ്. ഇജ്ലിസി, ഇജ്ലിസു. അതേപോലെ നമ്മൾ പറഞ്ഞെന്താണ് യക്തുബ്. ശരിബ, ഷറബ്, ശരിബ. ശരിബ. ഓക്കെ, ശരിബ എന്നത് യശ്റബ് എന്നല്ലേ? ശരിബയുടെ റാ എന്താണ് ആയത്? അപ്പുറത്ത് റാ എന്നാണ്, യശ്റബ് എന്നാണ്. അതുകൊണ്ട് എന്തായി? ഈ എന്നിട്ട് കൊടുക്കാം, ഇഷ്റബ്. ഒന്നുകൂടെ പറയാം, സമിഅ കേട്ടു. അപ്പോ ഇസ്മഅ അല്ലേ? ഇസ്മഅ. സമിഅ കേട്ടു, യസ്മഅ, ഇസ്മഅ. യസ്മഅ. സെന്ററത്തെ യസ്മഅ. മാ എന്തായത്? സമിഅയുടെ സെന്റർ അക്ഷരം മായാണ്. ഈ മാ യസ്മഅ, മാ എന്നതാണ് ആയത്. സമിഅ എന്ന മീയും യസ്മഅ എന്ന മായും ആയതുകൊണ്ട് നീ കേൾക്ക് എന്ന് പറയാൻ എന്ത് പറയാം? ഇസ്മഅ, ഇസ്മഈ, ഇസ്മഉ. ഇസ്മാഉ. എന്നാൽ കത്തബ എഴുതി, അതിനെന്താ വന്നത്? യക്തുബ് എന്നാണ്. യക്തുബ് എന്ന കത്തബയുടെ ത, കത്തബയുടെ സെന്റർ ലെറ്റർ ത എന്തായി? അവിടെ എത്തിയപ്പോ ഉ ആയി മാറിയത് കൊണ്ട് ഈ കൊടുക്കാൻ പറ്റില്ല, ഉ എന്ന് കൊടുക്കണം, ഉക്തുബ് എന്നാക്കണം. ഓക്കെ, വളരെ കൃത്യമായിട്ട് പറയാണ് കേട്ടോ, കൃത്യമായിട്ട് പറയാണേ. ഇതൊന്നും പിന്നെ നമ്മൾ ഇങ്ങനെ ഈ പിന്നെ ഇത്രയും വിശദീകരിച്ചൊന്നും പിന്നെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിലൊന്നും പിന്നെ കിട്ടണമെന്നില്ല. അതാണ് ഇപ്പൊ എന്താണ് ഉക്തുബ് എന്നായി അല്ലെ? എന്തുകൊണ്ടാ കാരണം? കത്തബയുടെ സെന്റർ അക്ഷരം ഉ ആയതുകൊണ്ട്, വന്നു, ഉകാരമായതുകൊണ്ട് ഉക്തുബ് എന്നായി. അയവ ഞാൻ. അതേപോലെ തന്നെ നസ്വറ സഹായിച്ചു എന്നുള്ളതാണ്. നസ്വറ അതിന്റെ മുതാരി വരുമ്പോ യൻസുർ എന്നാണ്. യൻസുർ. അപ്പൊ എന്ത് വേണം? സ്വ. നസ്വറയുടെ സെന്റർ അക്ഷരം ഏതാ? സ്വായാണ്. അത് അപ്പുറത്തെത്തിയപ്പോ ഉ ആയി. യൻസുർ എന്നതുകൊണ്ട് എന്ത്? നീ സഹായിക്കണം, നീ സഹായിക്കെന്ന് പറയുമ്പോ എന്ത് വേണം? ഉൻസുർ, ഉൻസുർ. ലേഡിയോടോ ഉൻസുരി, നിങ്ങളോടെല്ലാവരോടും ഉൻസുറു. ഓക്കെ, എല്ലാം അങ്ങനെയാണ്. എന്നാൽ ഒരു സാധനം ഇടഞ്ഞു നിൽക്കും ഇതേപോലെ. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഫസ്റ്റിൽ തന്നെ ഒരു ആ കൊണ്ട് തുടങ്ങുന്നതാണെങ്കിൽ, ഫസ്റ്റിൽ തന്നെ ആ കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ പിന്നെയും ഒരു ഈയോ ആയോ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് ആ മൊത്തത്തിൽ അങ്ങ് ഒഴിവാക്കിയിട്ട് രണ്ടക്ഷരം മാത്രമായിട്ട് അത് മാറും. അതിൽ പെട്ടതാണ് അഖദ, എടുത്തു. ആണോ? അഖദയുടെ മുളാരി ഏതാ? സെന്റർ ലെറ്റർ ഏതാ? ഊ ആണ്. ഒന്ന് ഊ ആണ്. പിന്നെ തുടക്കത്തിൽ ഈ യാ ഒഴിവാക്കി ആ പറഞ്ഞാൽ ഊഹുദ് എന്ന് പറഞ്ഞു വരും. എല്ലാം ഊ ആക്കി വരേണ്ടി വരും. അതുകൊണ്ട് രണ്ട് ആയും കട്ട് ചെയ്തിട്ട് ഹുദ് എന്ന് മാത്രം പറയും. ഹുദ്, ലേഡിയോട് ഹുദീ, ഹുദു. സെയിം ആണ് അക്കല, യഅ്കുൽ. അവൻ തുടക്കം എങ്ങനെ? ആ കൊണ്ടാ തുടങ്ങുന്നെങ്കിലാട്ടോ ഞാൻ പറഞ്ഞത്. അക്ഷരം ആ കൊണ്ട് തുടങ്ങുന്നതാണെങ്കിൽ അവിടെ അക്കല, യഅ്കുൽ എന്നതിന് ഉക്കുൽ എന്ന് പറയേണ്ട, രണ്ട് ആയും അങ്ങ് കട്ടയും. മൊത്തത്തിൽ ആക്ക് അലർജിയാണ് അറബികൾക്ക്. അതുകൊണ്ട് രണ്ട് ഡബിൾ ആയും കട്ട് ചെയ്ത് കുൽ എന്ന് മാത്രം പറയും. കുൽ, കുലി, കുലു. നീ കഴിക്ക് എന്നതായി. അഖദയിൽ എന്തായി? ഖുദ്, നീ എടുക്ക് എന്നതായി. മനസ്സിലാവുണ്ടോ? കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഫസ്റ്റ് അക്ഷരം ആ വരുവാണെങ്കിൽ എന്ത് വേണം? ഡബിൾ ആയാവും കമാൻഡ് പറയുമ്പോ. ഡബിൾ ആ വരുന്നത് കൊണ്ട് ആ രണ്ട് ഡബിൾ ആയെയും ഒഴിവാക്കിയിട്ട് രണ്ടും വേണ്ട എന്ന് വെച്ചിട്ട് അവിടെ എന്താവും? ബാക്കി വരുന്ന അക്ഷരം അങ്ങ് പറയും. എന്നത് എന്തായി? ഹർഫിന്റെ കായും മറ്റേ കായും തമ്മിൽ പറയും. കേൾക്കുമ്പോ പെട്ടെന്ന് തിന്നുന്ന സാധനങ്ങൾ കണ്ടില്ലെങ്കിൽ പറയണെന്ന് വിചാരിക്കും. ഏതാണ്? അല്ല, ഞാൻ പറഞ്ഞതാണ്. മറ്റേ കാണെങ്കില് രണ്ടും കാപ്പാണല്ലോ, കായും കേപ്പും. അല്ല, ഒന്ന് ഗൂഗിൾ ആണ്, ഒന്ന് കെ ആണ് കേട്ടോ. കെ അല്ലേ? തമാം. മനസ്സിലായില്ലേ? ക്ലിയർ ആണോ? നമ്മൾ പഠിച്ച വേബൊക്കെ എങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ആ ക്രിയകളെ മൊത്തം നോക്കിയാല് ഒന്ന് കുടിച്ചു, ശരിബ, യശ്റബ്, റാ ആണ് ഇഷ്റബ്. ഓക്കെ, ഇഷ്റബ്. ഓക്കെ, ജലസ, യജ്ലിസ്, ഇജ്ലിസ്. കതബ, യക്തുബ്, ഉക്തുബ്, ഉക്തുബ്. ആ സെന്ററിൽ ഓ വരാണെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട, ഉക്തുബ്. ഓക്കെ, പിന്നെ സമിഅ, യസ്മഅ എന്ത് വരും?
എന്ത് വരും? ഇസ്മ ഇസ്മ സമയ യസ്മ ഇസ്മ. പിന്നെ ലബിസ ലബിസ അയ്വ ഇസ്മ ഇസ്മഈ ഇസ്മഊ അല്ലേ? ഇനി ലബിസ ധരിച്ചു, ഡ്രസ്സ് ധരിച്ചു. ലബിസ യൽബസ് എന്ത് വരും? ലബിസ يلبس البس البس ملابس جديد في يوم العيد. يلبس ملابس جديد في يوم العيد. പെരുന്നാളിന് എന്താണ്? പുതിയ ഡ്രസ്സ് അല്ലേ? ധരിക്കൂ എന്ന് മാത്രമേ വരൂ കേട്ടോ. ചെയ്യൂ, കഴിക്കൂ, ഇരിക്കൂ എന്ന് മാത്രമേ വരൂ. പെരുന്നാളിന് പുതിയ വസ്ത്രം ധരിക്കൂ. നഅം തമാം. രസല്ലേ സംഭവം അല്ലേ? പറയുമ്പോ രസമുണ്ട് അല്ലേ? ലബിസ യൽബസ്. നഅം. പിന്നെയോ വരട്ടെ ഏതൊക്കെയാ? റമ എന്നത് യർമിയാക്കണം. റമ എന്നതിനെ നേരെ പ്രസന്റ് ഫ്യൂച്ചർ ആക്കിയിട്ട് മുദാരി ആക്കിയിട്ട് യർമിയുടെ ഇർമി. ഇർമിയോടോ ഇർമി. അല്ലേ? ഇർമി ഇർമി ഇർമു. മഷ ഫോം ഞാൻ ഓരോന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. മഷ ഇതില് അടുത്ത യാ ഒഴിവാക്കി ഈ കയറ്റണം. മഷ വരുന്നതില് വദ്ദക്കൊരു പ്രത്യേകതയുണ്ട്. സവ്വ എന്നതിന് പ്രത്യേകതയുണ്ട്. ലാസ്റ്റത്തെ അക്ഷരം എന്താണ്? ഡബിൾ ആണ്. ആണോ? വദ്ദ സവ്വ എന്ന് പറയുമ്പോ അവിടെ യാ കട്ട് ചെയ്യാ, ഈയും ആഡ് ചെയ്യരുത്, ഒന്നും ആഡ് ചെയ്യരുത്. യാ കട്ട് ചെയ്തിട്ട് മുദാരി ബാക്കി അങ്ങ് പറയാ. യുസവ്വി എന്ന യാ കട്ട് ചെയ്തു, സവ്വി എന്ന് പറഞ്ഞു. വദ്ദായുടെ യുവദ്ദി എന്ന യു കട്ട് ചെയ്തു, വദ്ദി എന്ന് പറഞ്ഞു. ഓക്കെ, അതാണ് ആ ഒരു ഫോമിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതാണ് ഞാൻ ഒന്ന് പറഞ്ഞു. മറ്റേതാ പറഞ്ഞത്? കതബ യക്തുബിന്റെ സെന്ററിൽ ഊ വരുന്നതൊക്കെ ഊ ആയിരിക്കും. ഉക്തുബ് എന്ന് പറയണം, ഉൻസുർ എന്ന് പറയണം എന്ന് പറഞ്ഞത്. അതേപോലെ വരുന്നതൊക്കെ ഇനി നിങ്ങൾക്ക് തന്നെ ആഡ് ചെയ്ത് ശരിയാക്കാവുന്നേ ഉള്ളൂ. അടുത്തത് എന്താ പറഞ്ഞത്? ആ ഫസ്റ്റത്തെ അക്ഷരം ആ വരുന്ന ശൈലി, അതാണ് അക്കല അഹദ ഒക്കെ വരുമ്പോ അവിടെ എന്താണ്? അവിടെ അടുത്തത് യഖുദ് എന്നുള്ളത് കൊണ്ട് ഉഖുദ് പറയാതെ രണ്ട് ആയും ഒഴിവാക്കി ഖുദ് എന്ന് പറയണം, കുൽ എന്ന് പറയണം എന്ന് പറഞ്ഞത്. അപ്പൊ അതേപോലത്തെ ഇത് വരുമ്പോ, ക്രിയകൾ വരുമ്പോ നിങ്ങൾക്ക് തന്നെ ഇനി ചെയ്യാവുന്നേ ഉള്ളൂ. എല്ലാം ഈ മൂന്നെണ്ണേ വരുള്ളൂ അതിനകത്ത്. ഓക്കെ, റെഡിയാണോ? ഇകാരം അകാരം സെയിം ഈ ആണ് പറയേണ്ടത്. ഉകാരം വന്നാൽ ഊ ആയിട്ട് പറയണം. ഊ ഊ ഊ. ഇകാരമോ അകാരമോ വന്നാൽ ഫത്ഹ കസർ വന്നാൽ എന്ന് പറയും അല്ലെ? ലമ്മ് വന്നാൽ ഊ ഊ ഊ എന്നായി. സെന്ററിലെ അക്ഷരം എങ്ങനെ നോക്കണം എന്നുള്ളതാണ് മൂന്നക്ഷരം വരുമ്പോ. ഇനി മൂന്നക്ഷരം വരുന്നതില് ശരിയാക്കിയാലോ ശരിയാക്കിയാലോ നമ്മള് മൂന്നക്ഷരം വരുന്ന ക്രിയകളില് സെന്ററിൽ എന്ത് വരും? ഡബിൾ ലെറ്റർ വരുന്നുണ്ട് അല്ലെ? രണ്ടക്ഷരം വരുന്നത്. അതാണ് കല്ലമ. കല്ലമ. പിന്നെ അല്ല, കല്ലമ യുക്കല്ലിം അല്ലെ? ആണോ? കല്ലമ യുക്കല്ലമല്ല, യുക്കല്ലിം. കല്ലമ യുക്കല്ലിമ വരാ. അതിനെ യു കട്ട് ചെയ്യാ, കല്ലിം എന്ന് മാത്രം പറഞ്ഞാൽ മതി. അവിടെ ഈ ഒന്നും ചേർക്കരുത്. കല്ലിം, കല്ലിമീ, കല്ലിമൂ. ഭയങ്കര രസ അറബി. നസല എന്ന് പറഞ്ഞാൽ ഇറങ്ങി. നസല ഇറങ്ങി. നസല നസല ഇറക്കി. നസല ഇറക്കി. നസല യുനസിൽ. ഇങ്ങനെ സെന്ററിൽ വരുന്ന ഡബിൾ ലെറ്ററിനൊക്കെ പറയുന്ന ഒറ്റ ശൈലിയേ ഉള്ളൂ. യുനസിൽ എന്ന് പറയും. അപ്പൊ അവിടെ നമ്മള് നസല യുനസിൽ അല്ലെ? അവിടെ എന്ത് പറയും? നസിൽ എന്ന് മാത്രം പറയും. മനസ്സിലാക്കി. വെറും ഫഹിംതാന്ന് പറയില്ല ചിലപ്പോ. അത് അപ്പൊ അങ്ങനെയല്ല, ഫഹിംതാന്ന് തന്നെയാണ് എപ്പോഴും അങ്ങനെ അവര് പറയണത്. അല്ല, അങ്ങനെ അവിടെ ശബ്ദമായിട്ട് പറയില്ല. ഫഹിംത മനസ്സിലാക്കി എന്നുള്ളതിന്. അതെ അതെ അതെ, ഫഹിമുണ്ട്. വെറും ഫഹിംതാന്ന് പറഞ്ഞ അതാണ് പറഞ്ഞത്. ഫഹമ ഒന്ന്, ഫഹിമ യഫ്ഹം. ജസ്റ്റ് ഫഹിമ എന്ന് പറയുമ്പോ അർത്ഥം എങ്ങനെ വരിക? മനസ്സിലായി അല്ലെ? മനസ്സിലായോ? ഫഹിമ യഫ്ഹം, മനസ്സിലാക്കുന്നു, മനസ്സിലാക്കും. നസ്സല എന്ന് പറഞ്ഞാൽ ഇറക്കി എന്നാണോ, ഇറക്കപ്പെട്ടു എന്നാണോ? നസ്സല എന്നത് ഇറക്കി എന്നാണ് അല്ലെ?
അൻസല ഞാൻ ഇറക്കി അല്ലെ, നസ്സല അൻസല ഇറക്കി. നസ്സല എന്നത് ഇറക്കി എന്നാണ്, ഇറക്കി നസ്സല. അപ്പൊ ഈ ഇറക്കപ്പെട്ടു എന്നുള്ളതിന് എന്താ പറയാ? അതന്നെയല്ലേ ഇറക്കിയത്. അതന്നെ ഇറക്കി എന്നുള്ളത്. ഇറക്കപ്പെട്ടു എന്നുള്ളത് ഇറക്കി എന്ന് തന്നെയല്ലേ വരാ. അല്ല, അത് ഇസ്മായിൽ ഇറക്കിയിരുന്നു, ഇറക്കപ്പെട്ടു, ഇത് മൂന്ന് പേരും അതല്ലേ? അതെ അതെ അതെ, നസ്സലയാണ് പറയാ, ഇറക്കി ഇറക്കപ്പെട്ടു എന്നുള്ള രീതിക്ക് അല്ലെ. ഇപ്പൊ നമ്മള് ഇവിടെ പറഞ്ഞത്, ഒരു മിനിറ്റ്, ഫഹിമ എന്നത് പറഞ്ഞത് മനസ്സിലായി. ഫഹിമ യഫ്ഹം, ഒന്ന് ഫഹിമ മനസ്സിലായി, യഫ്ഹം മനസ്സിലാവുന്നു, മനസ്സിലാവും, മനസ്സിലാവാറുണ്ട് എന്നതാണ്. ഇനി മറ്റൊന്ന് ഫഹമ മനസ്സിലാക്കി, മനസ്സിലാക്കിയിട്ടുണ്ട്, മനസ്സിലാക്കിയിരുന്നു എന്നതാണ്. അതിന് യുഫഹിം മനസ്സിലാക്കുന്നു, മനസ്സിലാക്കും, മനസ്സിലാക്കാറുണ്ട്. ഓക്കെ, ഫഹമ ഒറ്റ ലെറ്ററിന് എന്തായി ഡബിൾ ആക്കി, സെന്ററിലെ ഫഹമ എന്നാക്കി. മറ്റേത് ഫഹിമ യഫ്ഹം, ഇത് ഫഹമ യുഫഹിം, യുഫഹിം. അപ്പൊ നമ്മൾ എന്ത് പറയാം? ഫഹിംനി യാഹി, എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഫഹിം, ഫഹിമി, ഫഹിമു. ഇവിടെ നമ്മൾ ഫഹിം എന്നുള്ളത് ഇഫ്ഹം, നീ മനസ്സിലാക്ക് എന്നതാണ്. ഇഫ്ഹം. ഫഹിം എന്ന് പറയുമ്പോ, ഇഫ്ഹം എന്ന് പറഞ്ഞാൽ എന്താണ്? നീ നിനക്ക് മനസ്സിലാവൂ എന്നുള്ള ശൈലി, മനസ്സിലാവൂ എന്ന രീതിയാണ് ഇഫ്ഹം. ഇഫ്ഹം, ഇഫ്ഹം ഹാദ, നീ ഇത് ഒരു കമാൻഡിങ് രീതിയായി. എന്നാൽ കമാൻഡ് ഫഹിം എന്നാണ്, നീ മനസ്സിലാക്ക്, മനസ്സിലാക്കിക്ക് എന്ന് പറയും വേണ്ടിട്ട്. മനസ്സിലാക്കിക്ക് എന്ന് പറയില്ലേ നമ്മള്, നീ എനിക്ക് മനസ്സിലാക്കിത്ത എന്ന് പറയില്ലേ. ഫഹിംനി, എന്നെ മനസ്സിലാക്കിത്ത. ഫഹിംനി ഹാദഷു, എനിക്കിത് എന്താണെന്ന് മനസ്സിലാക്കി തരൂ എന്നാണ് ഫഹിം എന്ന് പറയുന്നത്. എന്നാൽ ഇഫ്ഹം എന്ന് പറയുന്നത്, നീ ഒന്ന് മനസ്സിലാക്ക്. ഇഫ്ഹം അന്നി, എന്നെ കുറിച്ച് നീ മനസ്സിലാക്ക്. ഇഫ്ഹം അൻ ഹാദ, ഇതിനെ കുറിച്ച് നീ ഒന്ന് മനസ്സിലാക്ക്. എന്നാൽ മനസ്സിലാക്കിത്ത എന്നാണ് ഫഹിം എന്ന് പറയുമ്പോ. ഫഹിംനി എന്ന് പറഞ്ഞാൽ എന്നെ മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ വരില്ലേ? ഫഹിംനി എന്നെ മനസ്സിലാക്കുക. ഫഹിംനി എന്ന് പറയുമ്പോ ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കി, അല്ല മനസ്സിലാക്കിത്ത എന്നുള്ള രീതിയാ ഈ ഫഹിം എന്ന് പറയുമ്പോ. നീ മനസ്സിലാക്കി തരൂ എന്ന ശൈലിയാണ് ഫഹിം എന്ന് പറയുമ്പോ. ഫഹിംനി എന്ന് പറയുമ്പോ ഫഹിം നീ, എന്നെ മനസ്സിലാക്കിത്താന്ന് എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാക്കി തരൂ എന്ന ശൈലി അല്ലേ. നീ ഒന്ന് എന്നെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോ ഇഫ്ഹംനി എന്നാണ്. ഇഫ്ഹംനി, എന്നെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോ ഇഫ്ഹം. അത് രണ്ടും മാറ്റമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഒന്നിത് നമുക്കറിയാം, ഒന്നെന്താണ് ഞാൻ പറഞ്ഞത്, നസ്സല ഇറങ്ങി, ഇൻസിൽ ഇറങ്ങ്, നസ്സല ഇറക്കി, നസ്സിൽ ഇറക്ക്. അവിടെ നസ്സല എന്ന് പറയുമ്പോ യുനസ്സിൽ എന്ന് വരുന്ന ശൈലി എന്ന് വെച്ചാൽ സെന്റർ അക്ഷരത്തിനെ രണ്ടെണ്ണമാക്കിയാൽ അവിടെ നമ്മള് ഈയോ ആയോ ഊ ഒന്നുമില്ല, കൽപ്പനാ പ്രയോഗം പറയാ, ആ നസ്സിൽ എന്ന് മാത്രം വരാ. യുനസ്സിൽ എന്ന യു കട്ട് ചെയ്യാ, നസ്സിൽ, നസ്സിലി, നസ്സിലു. കല്ലമ സംസാരിച്ചു, യുകല്ലിം സംസാരിക്കുന്നു, സംസാരിക്കും, യു എന്നൊഴിവാക്കി കല്ലിം എന്ന് മാത്രം പറഞ്ഞാൽ നീ സംസാരിക്ക്. കല്ലിമീ പെണ്ണിനോട്, കല്ലിമൂ നിങ്ങളോട്. തകല്ലമ, തകല്ലമ എന്നത് അത് പിന്നെന്തായി? തകലമ എന്തായി? തകല്ലമ യതകല്ലമ എന്ന് പറയുമ്പോ തകല്ലം, അതിനും അതാണ് വരാ. യാ ഒഴിവാക്കിയിട്ട് ബാക്കി അങ്ങ് പറയാ. തകല്ലം, തകല്ലംനി, എന്നോട് സംസാരിക്ക്, സ്പീക്ക് എന്നത് തകല്ലം. ഓക്കെ, തകല്ലം അതാണ്. തഫഅല എന്ന് പറയും. പിന്നെ അതേപോലെ തന്നെ ഇസ്തഅമല യസ്തഅമല്, അത് എന്തില്ല, സെൻട്രൽ ലെറ്റർ ഒന്നുമില്ല. ഇസ്തഅമല യസ്തഅമല്. മറ്റേത് തകല്ലമ എന്ന് ലാസ്റ്റ് അക്ഷരത്തിന്റെ മുമ്പ് ഡബിൾ അക്ഷരം വന്നു, അതുകൊണ്ട് തന്നെ തകല്ലം എന്ന് പറഞ്ഞാൽ മതി. അഥവാ മുദാരിഇന്റെ ശൈലിയിലെ യാ എന്നതിനെ ഒഴിവാക്കിയിട്ട് അത് ബാക്കി അങ്ങ് പറയാന്നാണ്. സെന്റർ ബാക്കി കട്ടിയുള്ള അക്ഷരം വന്നതുകൊണ്ട് ശ്രദ്ധ വന്നു. എന്നാൽ ഇവിടെ നമ്മള് ഇസ്തഅമല ഉപയോഗിച്ചു എന്നാണ്. ഇസ്തഅമല ഉപയോഗിച്ചു. യസ്തഅമൽ
ഉപയോഗിക്കുന്നു, ഉപയോഗിക്കും, ഉപയോഗിക്കാറുണ്ട്. യസ്തഅമൽ, ഈ യസ്തഅമലിന് യാക്ക് പകരം ഈ ഇട്ട് കൊടുക്കാം. ഇസ്തഅമൽ, ഇസ്തഅമലി, ഇസ്തഅമലു, നീ ഉപയോഗിക്കൂ എന്നതായി. ഇസ്തഅമല, ഇസ്തഅമൽ, ഇസ്തഅമലു, നീ ഉപയോഗിക്കൂ. ഇതൊക്കെ നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ആവലെപ്പോഴാണെന്നറിയോ? പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എക്സ്പീരിയൻസ് ആവുക. അപ്പോഴേ ഇത് ശരിയാവുള്ളൂ. ഞാൻ പറയാ റൂട്ട് തരാണ് അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മള് അടുത്തത് ഇതാണ് ശ്രദ്ധിക്കാനുള്ളത്. അഥവാ എന്നുള്ളത് വരുമ്പോൾ ഇസ്തഅമൽ എന്ന് പറഞ്ഞല്ലോ. എന്ന് പറയുമ്പോ ഈ എന്നാണ് ആദ്യം പറയേണ്ടത്. ഇസ്തഅമൽ എന്നായി, അതായത് യസ്തഅമൽ എന്നല്ല. നമ്മള് ഇസ്തഅമൽ എഴുതിയേ ഇസ്തഅമല, ഫസ്റ്റ് പാസ്റ്റ് ആണ്. ഇസ്തഅമല ഉപയോഗിച്ചു, ഉപയോഗിച്ചിരുന്നു, ഉപയോഗിച്ചിട്ടുണ്ട്. ഇസ്തഅമല. യസ്തഅമിൽ ഉപയോഗിക്കുന്നു, ഉപയോഗിക്കും, ഉപയോഗിക്കാറുണ്ട് അല്ലെ? ഉപയോഗിക്കാറുണ്ട്. യസ്തഅമിൽ, ഈ യസ്തഅമിലിന്റെ യാക്ക് പകരം ഈ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇപ്പൊ എന്താവും? ഇസ്തഅമിൽ ആണോ? ഇസ്തഅമിൽ, ഇസ്തഅമിൽ ഹാദാ, യൂസ് ദിസ്, ഇതൊന്ന് ഉപയോഗിക്കുന്നത്. എന്ന് പറയുമ്പോഴേ ഈ എന്നാണ് ഇടേണ്ടത്. കേട്ടില്ല? എന്ന് പറയുമ്പോഴേ ഈ എന്നാണോ ആദ്യം ചേർക്കേണ്ടത്? അതെ അതെ, ഈ അങ്ങനെ പറഞ്ഞല്ലോ. സക്കത്ത യസ്കുത്ത്, അത് മൂന്നക്ഷരമുള്ളതിന് മാത്രമേ വരൂ അങ്ങനെ. മൂന്നക്ഷരമുള്ളതിന് മാത്രമേ ആ ശരിയുള്ളൂ. അല്ലാതെ നാലക്ഷരമുള്ളതിനൊന്നും അങ്ങനെ വരില്ല. സെൻട്രൽ അക്ഷരം പിന്നെ ആയോ ഈയോ ആണെങ്കിൽ ഈ ഇട്ട് കൊടുക്കും. അത് മൂന്നക്ഷരത്തിന് മാത്രമേ ആ നിയമമുള്ളൂ. അതാണ് നമ്മൾ പറഞ്ഞത്. അത് മൂന്നക്ഷരമുള്ളതേ അങ്ങനെ വരൂ, മൂന്നക്ഷരമുള്ളതേ അങ്ങനെ വരൂ. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത്. സക്കത്ത യസ്കുത്ത്, സക്കത്ത മിണ്ടാതിരുന്നു, മിണ്ടാതിരുന്നു, മിണ്ടാതിരുന്നിട്ടുണ്ട് എന്ന് പറയുന്നിട്ടുള്ള ശരിയാണ് സക്കത്ത. യസ്കുത്ത് മിണ്ടാതിരിക്കുന്നു, മിണ്ടാതിരിക്കും, മിണ്ടാതിരിക്കാറുണ്ട്. യസ്കുത്ത്, യസ്കുത്ത്. അപ്പൊ എന്ന് പറയും യസ്കുത്ത് എന്നുള്ള കൂവായി. അതുകൊണ്ട് തന്നെ ഉസ്കുത്ത്, മിണ്ടരുത്. കേട്ടിട്ടുണ്ട് കൊറേ അല്ലെ, മിണ്ടരുത് പറഞ്ഞിട്ടും കേട്ടിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഉസ്കുത്ത്, ഉസ്കുതി. എന്താവും? എന്താവും? ഇസ്തഖ്ദീം എന്ന് പറയും. ഇസ്തഖ്ദീം അത് ഒരേപോലെ കേട്ടോ, എന്നും രണ്ടും യൂസ് ചെയ്തു തന്നെയാണ്. ഇസ്തഖ്ദമയും ഇസ്തഅമലയും സെയിം മീനിങ് ആണ്. പക്ഷേ അതിന് ചില ഡിമാൻഡ്സ് നമ്മൾ പിന്നെ പറയാം. അത് അഡ്വാൻസ് ലെവലിൽ കുറെ അങ്ങ് പോകണം അത്. ഓക്കെ, അപ്പൊ നമ്മള് ഇസ്തഅമല, ഇസ്തഖ്ദമ, ഇസ്തഖ്ദീം, ഇസ്തഅമിൽ, ഇസ്തഖ്ദീം, ഇസ്തഅമിൽ, നീ യൂസ് ചെയ്യൂ. അതാണ് തകല്ലമ എന്ന് പറഞ്ഞപ്പോ നമ്മൾ അവിടെ ലാസ്റ്റില് എന്താണ് രണ്ടക്ഷരായി തകല്ലമ എന്നാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തകല്ലിം എന്നാണ് പറയാ, നീ സംസാരിക്കൂ എന്നത്. ഓക്കെ, ഇസ്തഖ്ദിമിന്റെ മീനിങ് എന്താ? നീ യൂസ് ചെയ്യുന്നു, ഉപയോഗിക്കൂ അല്ലെ? ഇസ്തഖ്ദിം, നീ ഉപയോഗിക്കൂ. ഓക്കെ, ഓക്കെ സർ. ഫഹിംനി എന്ന് പറഞ്ഞാല് എന്നെ മനസ്സിലാക്കുന്നു അല്ലെ? ഫഹമ, ഫഹമ അതായത് എത്രയേ ഉള്ളൂ. എന്താ അറിയോ? ഫഹമ, ഫഹമ എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലായി, മനസ്സിലായിരുന്നു, മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഫഹമ. യഫ്ഹം എന്നാണ് അതിന്റെ മുദാരി. യഫ്ഹം, യഫ്ഹം. അവിടെ യാ ഒഴിവാക്കി ഈ കയറ്റുന്നു. ഇഫ്ഹം. അവിടെ ഇഫ്ഹം എന്ന് പറയുമ്പോ എന്താണ്? നീ മനസ്സിലാക്ക്, നീ മനസ്സിലാക്ക്. ഇഫ്ഹം ഹാദാ, നീ ഇത് മനസ്സിലാക്ക്. ഇഫ്ഹം, നീ എന്നെ മനസ്സിലാക്ക്. എന്നാൽ ഫഹമ എന്ന് പറയുന്നത് മനസ്സിലാക്കി, മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വിഷയത്തെ അവന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോ അന ഫഹംതു അൻ ഹാദാ, ഞാൻ ഇത് അവനെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് എന്നായി. അന ഫഹംതുഹു അൻ ഹാദാ, ഇതിനെ കുറിച്ച് ഞാൻ അവനോട് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അന ബുഫഹിം, അന അവിടെ ഫഹമ യുഫഹിം ആണ്. ഫഹമ യുഫഹിം. അന ഉഫഹിം എന്നത് അന ബുഫഹിം, ഞാൻ മനസ്സിലാക്കി കൊടുക്കാം, ഞാൻ മനസ്സിലാക്കി തരാം. അതിനാണ് അന ബുഫഹിം, ഞാൻ മനസ്സിലാക്കി തരാം. അന ബുഫഹിമക അൻ ഹാദാ,
ഞാൻ ഇതിനെക്കുറിച്ച് താങ്കൾക്ക് മനസ്സിലാക്കി തരാം. സ്വാഭാവികമായിട്ടും യുഫഹിം എന്ന് പറയുമ്പോ അവിടെ കമാൻഡ് വരൽ എങ്ങനെയാ? ഫഹിം എന്നാണ് പറയാ, അല്ലെ? ഫഹിം എന്ന് പറയുമ്പോ നീ മനസ്സിലാക്കി താ, ഫഹിമി നീ മനസ്സിലാക്കി തരൂ എന്നതാണ്. എനിക്ക് ഇതിനെ കുറിച്ച് ഒന്ന് വ്യക്തമാക്കി താ, ഫഹിംനി അൻ ഹാദാ യാ അഖി, എനിക്കിതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരൂ എന്നാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ വ്യത്യാസം? ഫഹിമയുടെയും മനസ്സിലായോ? കൊറേയൊക്കെ. അതായത് റെക്കോർഡ് ഇട്ടിട്ട് കാര്യമില്ല, ഇത് ഇതിൽ നിന്ന് തന്നെ കിട്ടും. റെക്കോർഡ് ഒന്നും മനസ്സിലാവില്ല, കറങ്ങും. അത് മനസ്സിലായി, ഒന്നുകൂടി ഒന്ന് കേൾക്കാൻ വേണ്ടിട്ട്. ഇല്ല, ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മൾ ഇന്ന് രാത്രിയത്തെ സെഷന് നമ്മൾ ഫുൾ എക്സാമ്പിളോട് കൂടി പറയാൻ പോവാണ്. അപ്പോഴത്തേക്ക് എന്റെ ലാപ്പ് കിട്ടും, ശരിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിൽ നമ്മൾ നോട്ട് ചെയ്തിട്ട് എടുത്തിട്ട് പറയുമ്പോ ശരിയാവും. എല്ലാവരും വരണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ കേട്ടിരുന്നാലും മതി കേട്ടോ. നെക്സ്റ്റ് സെഷനിൽ വരാം. അപ്പൊ ഇതെന്താ സാധനം എന്ന് ഞാൻ എന്താക്കാം, വേർതിരിച്ചിട്ട് എടുത്തരാം. ഓക്കെ, നമ്മളൊന്ന് എന്ത് ചെയ്യാന്ന് പറയും, ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കാന്ന് പറയും. ഓക്കെ, റെഡി? ഇത് ഇത്രയേ ഉള്ളൂ സംഭവം. ചെയ്യൂ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ കൽപ്പനാ പ്രയോഗം ആയിട്ട് പറയാം. ഇനി ഇത് ചെയ്യൂ എന്നാണ്. ചെയ്യണം, വരണം, പോകണം, കഴിക്കണം, നിൽക്കണം എന്ന് പറയാൻ അവിടെ നമ്മൾ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. സവ്വ എന്നതിന് യുസവ്വി എന്ന യു കട്ട് ചെയ്തു സവ്വി എന്നാക്കി. അവിടെ നമ്മൾ സവ്വി എന്ന് പറയുമ്പോ നീ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. നീ ചെയ്യണം എന്നെങ്ങനെയാവും? അക്കല എന്നതിന് യഅ്കുൽ എന്നത് കുല്ലെന്നായി. നീ കഴിക്ക് എന്നതേ ഉള്ളൂ. താങ്കൾ കഴിക്കണം കേട്ടോ എന്ന് പറയാൻ എന്ത് പറയണം? ലാസിം സവ്വി, ലാസിം കുൽ, ലാസിം പ്ലസ് കമാൻഡ് ക്രിയകളെ വരണം, കൽപ്പനാ ക്രിയകൾ വരണം എന്നാണ്. അപ്പോഴേ എന്താവുള്ളൂ? കഴിക്കണം, ചെയ്യണം, വരണം, പോകണം, ഉപയോഗിക്കണം എന്നത് ലാസിം ഇസ്തഅമിൽ ഹാദാ, ഇത് ഉപയോഗിക്കണം എന്നായി. ഓക്കെ, ക്ലിയർ ആയില്ലേ? അതായത് ഷുഡ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഷുഡ് എന്ന ശൈലി വരണമെങ്കിൽ ലാസിം പ്ലസ് കമാൻഡ് വരണം എന്നുള്ളതാണ്. ഓക്കെ, തമാം. അവിടെ ഇനി ലാസിം തറൂഹ് ഇതിലേക്കും കൂടെ ചേരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത് നമ്മൾ അടുത്തത് വേറെ പറയേണ്ടതാണ്, അല്ലെ? പോകേണ്ടതുണ്ട് എന്നാവും ലാസിം തറൂഹ് എന്ന് പറയുമ്പോ. നീ പോകേണ്ടതുണ്ട്, അതാണ്. എന്നാൽ ലാസിം റൂഹ്, നീ പോകണം. അപ്പൊ ഒന്ന് പറയാം നമുക്ക്. ഞാൻ തന്ന പേപ്പർ നീ നോക്കണം. ഞാൻ തന്ന പേപ്പർ താങ്കൾ നോക്കണം. ലാസിം ഷൂഫ് വറഖ, ലാസിം ഷൂഫുൽ വറഖ, പേപ്പർ നോക്കണം. ഞാൻ തന്നത്. അല്ലി ആതൈതുക്ക്, അല്ലി അവിടെയാണ്. അല്ലി ആതൈതുക്ക് നമ്മൾ അല്ലിയുടേത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? തന്നത്, പോയത്, കഴിച്ചത്, നിന്നത്, കണ്ടത്. കടിച്ച, കണ്ട, കേട്ട, നിന്ന, പറഞ്ഞ, അതിനൊക്കെ അല്ലി പ്ലസ് ക്രിയ വരണം. അല്ലി ക്രിയ. ഓക്കെ, അത്രേ ഉള്ളത്. അതാണ് ഞാൻ നൽകിയത് എന്ന് പറഞ്ഞതാണ്. ഞാൻ തന്നത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് അത് വരണനാണ് അല്ലി അവിടെ വന്നത്. അല്ലി ആതൈതു, ഞാൻ തന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മൾ അതായത് ഞാൻ പോയ സ്ഥലം, ഞാൻ പോയ സ്ഥലം, ഞങ്ങൾ പോയിരുന്ന സ്ഥലം, അതിനും തന്നെ കേട്ടോ. അവിടെ ഒക്കെ എന്താണ്? അല്ലി വരണം. അഥവാ ഞാൻ കണ്ട ന്യൂസ്, ഞാൻ കണ്ട ഫിലിം, ഞാൻ നോക്കിയ റിസൾട്ട്, ഞാൻ നോക്കിയ എന്ന് പറയാൻ. ഞാൻ കഴിച്ചു എന്നാണ് അക്കൽച്ചു. ഞാൻ കഴിച്ച അല്ലി അക്കൽച്ചു. ഞാൻ കഴിച്ചത് എന്ന് പറയാനും അല്ലി അക്കൽച്ചു. ഞാൻ കണ്ടു ഷുഫ്തു, ഞാൻ കണ്ട അല്ലി ഷുഫ്തു. ഞാൻ കണ്ടത് അല്ലി ഷുഫ്തു. തമാം.
അല്ലിച്ചുത്തു. കതബ്തു ഞാൻ എഴുതി. അല്ലി കതബ്തു അല്ലെ കത്തത്ത് ഞാൻ അയ്വാ. എഴുതിയത് ഞാൻ എഴുതിയ ബുക്ക് ഏതാണെന്ന് എഴുതിയത്. നിനക്കറിയോ? ഞാൻ എഴുതിയ ബുക്ക് ഏതാണെന്ന് നിനക്കറിയോ? താരിഫ് കിതാബ് താരിഫ് അയ്യു കിതാബ് അല്ലി കതബ്ത്. താരിഫ് അയ്യു കിതാബ് ഏത് കിതാബാണെന്ന് നിനക്കറിയോ? അല്ലി കതബ്ത് ഞാൻ എഴുതിയ ബുക്ക് ഏതാണെന്ന് നിനക്കറിയോ? والله هذا ما في الدنيا لا هذا ما في الدنيا هذه ഭൂമിയിലില്ല. عشان ما كتبت كتاب കാരണം ഞാൻ ബുക്കൊന്നും എഴുതിയിട്ടില്ല അല്ലേ. നല്ല രസാട്ടോ. തമാശയും ഒക്കെ നമുക്ക് അറബിയിൽ പറയാം. സാഹ് യജ്ബ് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. യജ്ബ് യൂസ് ചെയ്യരുത്. യജ്ബ് സ്പോക്കണിൽ ഇല്ല. അതിന് ഞാൻ എഴുതിയിട്ടില്ല എന്ന് പറയുമ്പോ താരിഫ് അല്ലി കിതാബ് താരിഫ് അല്ലി കിതാബ് അല്ലി കതബ്ത് ല്ലേ. താരിഫ് അയ്യു കിതാബ് അയ്യു കിതാബ് അല്ലി കതബ്തു ഞാൻ എഴുതിയ ബുക്ക് ഏതാന്ന് നിനക്കറിയോ? والله هذا كتاب ما موجود അല്ലെങ്കിൽ هذا كتاب ما في العالم അല്ലെങ്കിൽ في الدنيا ഈ ഭൂമി ലോകത്ത് അതില്ല. عشان ما سجلت أي كتاب ഞാനൊരു ബുക്ക് എഴുതിയിട്ടില്ല ല്ലേ. نعم രസകരമായ ശൈലിയൊക്കെ എക്സാമ്പിൾ പറഞ്ഞു. നമ്മൾ സീരിയസ് ആയി ഇങ്ങനെ ഇരിക്കരുത്, അപ്പോഴേ രസമല്ല. സജ്ജലത്ത് എന്നാണ് അവിടെ ഉപയോഗിക്കുക അല്ലെ. അവിടെ കത്തബ്തു എന്ന് യൂസ് ചെയ്യാറില്ല. നമ്മൾ സ്പോക്കണിലൊക്കെ സജ്ജല വരിക. രജിസ്റ്ററിന് മാത്രല്ല സജ്ജല എല്ലാത്തിനും പറയും. ഓക്കെ, അടുത്തത് അതേപോലെ ഞാന് പിന്നെ കളിച്ച കൂട്ടുകാർ, ഞാൻ കൂടെ കളിച്ച കൂട്ടുകാർ എന്ന് എവിടെയാണാവോ? വേൻ അസ്തിഖാഇ വേൻ അസ്തിഖാഇ അല്ലി ലഅബ്തു മഅ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച കൂട്ടുകാരൊക്കെ എവിടെയാണാവോ എന്നൊക്കെ നമുക്ക് ഇതേപോലെ പറയാം. നല്ല രസമാണ്. ആ ഒരു ശൈലിയിൽ നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കണം എന്നതാണ്. അപ്പോ അല്ലി എന്തിനുള്ളതാണ്? കഴിച്ച, കണ്ട, കേട്ട, കേട്ടത്, കഴിച്ചത്, പറഞ്ഞത്, നിന്നത്. ഞാൻ ഇന്നലെ പോയ സ്ഥലം വളരെ ബെസ്റ്റ് ആയിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു ഒക്കെ പറയാൻ മക്കാൻ കാൻ മുംതാസ് സ്ഥലം വളരെ ഉഷാറായിരുന്നു. അല്ലി റഹ്ത അംസ് ഞാൻ ഇന്നലെ പോയ ഉണ്ടോ? തമാം. ഖലാസ് ക്ലിയർ അല്ലേ? പറഞ്ഞത് ക്ലിയർ ആണോ അതോ മൊത്തത്തിൽ കലങ്ങിയോ? എനിക്കറിയാം ഈ ഒരു കമാൻഡ് ശൈലി നമ്മൾ നോട്ട് ചെയ്ത് എക്സാമ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടാലേ മനസ്സിലാവുള്ളൂ കേട്ടോ, കൽപ്പനാ പ്രയോഗങ്ങൾ. അതുകൊണ്ട് എന്താക്കണ്ട, ഈ റെക്കോർഡ് തൽക്കാലം അവിടെ ഹൈഡ് ചെയ്ത് വെക്കാം. കാരണം നമ്മളെ തല കറക്കാനേ യൂസ് ചെയ്യുള്ളൂ. അടുത്തത് നമുക്ക് ഒന്നും കൂടെ വ്യക്തമാക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് സെഷനിൽ എല്ലാവരും ഉണ്ടാവാം. ജസ്റ്റ് വരാൻ നിങ്ങൾ റിമൈൻഡർ വെക്കണം. ഞാൻ ഇന്ന് ഇത് സിസ്റ്റം ഒന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുകൊണ്ടാണ് ഡിലേ ആയത്. നമ്മൾ ഇങ്ങനെ ഡിലേ ആവാറില്ല. 5 മിനിറ്റേ വെയിറ്റ് ചെയ്യുള്ളൂ. അടുത്ത സെഷനിൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. തമാം യല്ലാ ايوه ان شاء الله. شكرا لكم جزيلا يا جماعة الخير شاكرين ومقدرين. എത്ര മണിക്കായിരുന്നു? 10:30 ഈ കമാൻഡ് ഉള്ള ഭാഗം കഴിഞ്ഞ ദിവസം എടുത്തായിരുന്നു. അപ്പൊ 5 ടൈപ്പ് വെർബുകളാണ് പറഞ്ഞത്. 2 അക്ഷരമുള്ളത്, 3 അക്ഷരമുള്ളത്, അതായത് ഈ വരുന്നതും ഊ വരുന്നതും ഒക്കെ സ്റ്റാർട്ടിങ് അങ്ങനെ മാറി മാറി. പിന്നെ ഇതിന് എക്സെപ്ഷൻ ഉള്ള 2-3 വാക്കും കൂടെ പറഞ്ഞു. ഏതാണ്? ഐ ഡോണ്ട് റിമെമ്പർ. അപ്പൊ നമുക്ക് അതെ 5 ടൈപ്പ് തന്നെ ഉള്ളത്. 5 ടൈപ്പ് തന്നെ ഉള്ളത്. ഇപ്പൊ നമ്മളിവിടെ എത്രണ്ണം പറഞ്ഞു? നമ്മള് 3-4 1 2 അക്ഷരം ഉള്ളത്. പിന്നെ സെന്ററിൽ നമ്മള് സെന്ററിൽ എന്താണ് ഡബിൾ ലെറ്റർ വരുന്നത് അല്ലെ? കല്ലമ സജ്ജല പോലെ വരുമ്പോ അതിനെന്താണ്? കല്ലിം എന്നത് സജ്ജിൽ എന്ന് പറയും. പിന്നെ ഉള്ളത് ഏതാ? പിന്നെ വദ്ദ വദ്ദി സവ്വി അത് വരുന്നത് ഡബിൾ ലെറ്റർ. അതന്നെ ലാസ്റ്റില് ഡബിൾ ലെറ്റർ വരുന്നത് അല്ലെ? 2 അക്ഷരം ഉള്ളതില് ഡബിൾ വരുന്നത് സവ്വ വദ്ദ എന്നുള്ളത്. അപ്പൊ എന്തായി? ഇതന്നെ 3 ഇപ്പോ അല്ലെ? പിന്നെ സാധാ മോഡല് കതബ ജലസ യജ്ലിസ് സമിഅ യസ്മഅ നോർമൽ വരുന്നത്. ആ ഇ സെന്റർ അക്ഷരം ആ ഇ വരുന്നത് അവിടെ എന്താവും?
ഇ എന്നതായി മാറി. പിന്നെ അക്കല ഫസ്റ്റ് അക്ഷരം ആ വരുന്നതൊക്കെ രണ്ടക്ഷരമായി മാറും കമാൻഡില്. അക്കല എന്നതാണ് പറഞ്ഞത്, അഖദ എന്നതാണ് പറഞ്ഞത്. അഖദ യഖുദ് എന്ന യ ഒഴിവാക്കി ഖുദ് എന്ന് മാത്രം പറയും. അക്കല എന്നത് യഅ്കുൽ എന്ന യ ഒഴിവാക്കി കുൽ എന്ന് മാത്രം പറയും. ഓക്കെ. പിന്നെ ഉള്ളത് ഇസ്തഅമല യസ്തഅമിൽ എന്നുള്ള അതേപോലെ പ്രയോഗങ്ങൾ. തകല്ലമ യതകല്ലം എന്നതും എന്താണ് തകല്ലമ എന്നതുകൊണ്ട് തഫഅല വസനക്കെ നമ്മൾ എന്ത് പറയും? ആ ഒരു തകല്ലം എന്ന് തന്നെയാണ് പറയാ. തകല്ലം, തകല്ലമി, തകല്ലമു. അതേപോലെ ഇസ്തഅമല യസ്തഅമിൽ എന്നത് ഇസ്തഅമിൽ, ഇസ്തഅമിലി, ഇസ്തഅമിലു, ഇസ്തഖ്ദമ, ഇസ്തഖ്ദിം, ഇസ്തഖ്ദിമി, ഇസ്തഖ്ദിമു. തമാം. ആണ് പള്ളിയില്. ഓക്കെ ഓക്കെ തമാം. വഖ്തന ഖലാസ് കമാൻ. ഓക്കെ, അടുത്ത സെഷനിൽ വരാട്ടോ. 10:30 ആണ് സമയം, 10:30 ഇന്ത്യൻ സമയം. ഇനി ഇത് UAE ടൈം ആണെന്ന് ചോദിക്കരുത്. ഖത്തറിൽ 8 മണി. ഖത്തറിൽ 8 മണി, UAE 9 മണി കേട്ടോ. اوكي يلا ان شاء الله. مشكور جدا يا جماعه، شكرا لكم جزيلا، مع السلامه. جزاك مع الله خير. السلامة. جزاك الله الله خير. يجزيكم خير.